ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യയിൽ നിന്ന് എണ്ണയും വാതകങ്ങളും വാങ്ങിക്കുന്നത് പൂർണ്ണമായും നിർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടാനാണ് ഈ പുതിയ നീക്കം. മോസ്കോയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ദ്വിതീയ തീരുവ ചുമത്തണമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതുപോലെ യൂറോപ്പും ഇന്ത്യക്ക് മേൽ ദ്വിതീയ തീരുവ ചുമത്തണമെന്ന് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നു എന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. അമേരിക്ക ചെലുത്തിയ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങാത്തതും ചൈനയും ഇന്ത്യയും സൗഹൃദം ശക്തമാക്കുന്നതുമാണ് പുതിയ നീക്കത്തിലേക്ക് ട്രംപിനെ എത്തിച്ചത്. റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മേലെ മാത്രം 50% തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ തീരുമാനത്തെ ഇന്ത്യ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ ചുമത്തിയതെങ്കിലും ഇന്ത്യയെ മാത്രം വരുതിക്ക് നിർത്താനുള്ള നടപടിയായാണ് ഇത് പൊതുവിൽ അറിയപ്പെടുന്നത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നതിനിടെ റഷ്യയ്ക്ക് ധനസഹായം നൽകിക്കൊണ്ട് ഇന്ത്യ യുക്രൈൻ യുദ്ധത്തിന് ധനസഹായം നൽകുകയാണ് എന്ന കടുത്ത ആരോപണവും ഇതിനിടയിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ യുഎസിന്റെ ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ തുറന്നു കാട്ടിയ ഇന്ത്യ റഷ്യയുമായുള്ള വ്യാപാരം തുടരുകയാണ് ചെയ്തത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നതിനോട് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇതുവരെ എതിർപ്പ് അറിയിച്ചിട്ടില്ല. ട്രംപിന്റെ താരിഫ് നീക്കത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്തിട്ടില്ല. ഇതാണ് ഇവിടെ പ്രധാനമായ കാര്യം. ടിയാൻജിനിൽ ഇന്നും നാളെയുമായി നടക്കുന്ന എസ്സിഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർ പങ്കെടുക്കുന്നുമുണ്ട്. ഇവരുടെ കൂടിക്കാഴ്ച നടക്കുമ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദം ഇവിടെ ചർച്ചയാകും. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ തിരിയാൻ യൂറോപ്യൻ യൂണിയന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. അതിനിടെ ട്രംപ് പുടിൻ അലാസ്ക ഉച്ചകോടിക്ക് ശേഷം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങളെ ചില യൂറോപ്യൻ നേതാക്കൾ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് മുതിർന്ന ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഇന്ത്യക്ക് മേൽ സമാനമായ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കപ്പെടുമെന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ ശ്രമിച്ചിരുന്നു. അന്ന് ഏകപക്ഷീയ ഉപരോധത്തെ പിന്തുണയ്ക്കില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് അറുതി വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരിൽ ഭൂരിഭാഗവും യൂറോപ്യൻ നേതാക്കളാണ്. അതിനാൽ തന്നെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് മേൽ തീരുവ ചുമത്തണമെന്ന യുഎസ് ആവശ്യം അവർ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. വിവിധ രാജ്യങ്ങൾക്ക് മേൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച അധിക തീരുവ നിയമവിരുദ്ധമാണെന്നും അധികാര ലംഘനമാണെന്നും യുഎസ് ഫെഡറൽ കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രസിഡന്റിന് ഉള്ളതിലും അധികം അധികാരമാണ് ട്രംപ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചതിനാൽ ഒക്ടോബർ 14 വരെ കോടതി വിധി മരവിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.